പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ക്ലോക്കാണ്. ക്ലോക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ സുപരിചിതമായ ഒരു ടോപ്പിക്കാണ്. എന്ന് പറയുന്നത് നിങ്ങൾ റിയൽ ലൈഫിൽ കാണുന്ന ഒരു കാര്യമാണ്. എന്ത് ക്ലോക്ക്, സമയം നോക്കുക എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ റിയൽ ലൈഫിൽ കാണുന്നതാണ്. അപ്പം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലോക്കിലെ ക്വസ്റ്റ്യൻസ് നമ്മുടെ PSC +2 ലെവൽ, ഡിഗ്രി ലെവൽ, പ്രിലിംസ് എക്സാമിൻ്റെ സിലബസിലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ് ക്ലോക്ക്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്ലോക്കിലെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അപ്പം അതിനു മുമ്പ് നമുക്ക് ബേസിക് ആയിട്ട് ക്ലോക്കിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ്. അതൊന്ന് പറഞ്ഞു പോകേണ്ടതെന്ന് മാത്രം. ഇപ്പോൾ ക്ലോക്കിൽ മെയിനായിട്ട് 2 സൂചികളാണ് നമുക്ക് ഇതിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ആവശ്യം വരും. സെക്കൻഡിൻ്റെ സൂചി നമ്മൾക്ക് സാധാരണ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ യൂസ് ചെയ്യാറില്ല. അപ്പോൾ മിനിറ്റ് ആൻഡ് അവർ ഹാൻഡ്. മിനിറ്റ് ഹാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ സൂചി എന്ന് പറയും, ലോങ് ഹാൻഡ്. അവർ ഹാൻഡിന് എന്ത് പറയും, ഷോർട്ട് ഹാൻഡ് എന്ന് പറയും, അല്ലെങ്കിൽ ചെറിയ സൂചി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലോക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം സമയം എത്രയായെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ സമയമൊക്കെ നോക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. എത്രയാ, 12:20 25 ഇടയ്ക്കാണ്. പിന്നെ ബേസിക്കായിട്ട് നമുക്കറിയാം അവർ ഹാൻഡ് ടേക്സ് 12 hours ടു കംപ്ലീറ്റ് 1 റൗണ്ട്. അവർ ഹാൻഡിന് ഒരു റൗണ്ട് ചുറ്റിവിടെ എത്തണമെങ്കിൽ 12 മണിക്കൂർ എടുക്കും. മിനിറ്റ് ഹാൻഡ് ആണെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു 12 സ്റ്റാർട്ട് ചെയ്തു 1 മണിക്കൂർ ആകുമ്പോഴേക്കും എന്ത് വീണ്ടും 12 ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എത്ര മണിക്കൂർ മതി? മിനിറ്റ് ഹാൻഡിന് 1 hour കൊണ്ട് ഒരു റൗണ്ട് ഫിനിഷ് ചെയ്യും. ഓക്കെ, ഇത് നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ് കേട്ടോ, പറഞ്ഞു പോയെന്ന് മാത്രം. ഇനി നമുക്ക് അറിയേണ്ടത് ജസ്റ്റ് ബേസിക് ആയിട്ട് മിനിറ്റ് ഹാൻഡ് 60 മിനിറ്റിൽ എത്ര ആംഗിൾ കവർ ചെയ്യുന്നു. അപ്പം നമ്മൾ പറഞ്ഞു ചുറ്റും ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്ര ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു എന്നാണ്? 360 ഡിഗ്രി കവർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ 60 മിനിറ്റ് കൊണ്ടാണ് മിനിറ്റ് ഹാൻഡ് 360 ഡിഗ്രി കറങ്ങുന്നത് എങ്കിൽ 1 മിനിറ്റിൽ എത്ര ഡിഗ്രി കറങ്ങുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 60 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ഡിഗ്രി ആയിരിക്കും 1 മിനിറ്റിൽ നമ്മുടെ മിനിറ്റ് ഹാൻഡ് കവർ ചെയ്ത് പോവുക. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ 5 മിനിറ്റിൽ എത്ര കവർ ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 ഡിഗ്രി ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി ആയിരിക്കും 5 മിനിറ്റ് കൊണ്ട് നമ്മുടെ മിനിറ്റ് ഹാൻഡ് കവർ ചെയ്യുക. അല്ലെങ്കിൽ ഓരോ ഗ്യാപ്പ്, ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഗ്യാപ്പ് വരുന്നത് എത്രയാ? 5 മിനിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഗ്യാപ്പ് വരുന്നത്. 5 മിനിറ്റ് 10 മിനിറ്റ് എന്നൊക്കെയല്ലേ നമ്മൾ എടുക്കുക ഡയറക്റ്റ് മിനിറ്റിൽ എടുക്കുമ്പോൾ. അപ്പോൾ ഓരോ ഗ്യാപ്പിനും 30 ഡിഗ്രിയാണ് കവർ ചെയ്യുക എന്നുള്ളത് മനസ്സിലായി. അതുപോലെ തന്നെ 1 മിനിറ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ വരുന്നത്? 6 ഡിഗ്രിയാണ് കറസ്പോണ്ടിങ് ആംഗിൾ വരുന്നത് എന്നുള്ളത് മനസ്സിലായി. ഇനി അവർ ഹാൻഡിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അവർ ഹാൻഡ് 12 മണിക്കൂറാണ് ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. 360 ഡിഗ്രി കവർ ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് എത്ര കവർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി. അപ്പോൾ നമുക്കൊരു കാര്യം കൂടി മനസ്സിലായി. അവർ ഹാൻഡ് 1 മണിക്കൂറിൽ കറങ്ങണ ആംഗിളും അല്ലെങ്കിൽ തിരിയണ ആംഗിളും മിനിറ്റ് ഹാൻഡ് 5 മിനിറ്റിൽ മൂവ് ചെയ്യണ ആംഗിളും എന്താണ്? സെയിം അല്ലേ? ഇവിടെ 30 ഇവിടെ 30 കിട്ടി. 5 മിനിറ്റ് കൊണ്ടാണ് മിനിറ്റ് ഹാൻഡ് 30 ഡിഗ്രി തിരിയണമെങ്കിൽ അവർ ഹാൻഡ് 1 മണിക്കൂർ കൊണ്ടാണ് അതിൻ്റെ കറസ്പോണ്ടിങ് 30 ഡിഗ്രി തിരിയുന്നത്. ഓക്കെ, ഇനി ആംഗിൾ ട്രേസ്ഡ് ബൈ അവർ ഹാൻഡ് ഇൻ 1 മിനിറ്റ് ആണ് നമ്മൾ പറയാൻ പോണത്. ഇപ്പം നമ്മൾ പറഞ്ഞു കറസ്പോണ്ടിങ് 1 അവർ കൊണ്ട് എത്ര ഡിഗ്രിയാണ് തിരിയണേ? 30 ഡിഗ്രിയാണ് തിരിയണേ. ഡിവൈഡഡ് ബൈ 1 അവറിൽ എത്ര മിനിറ്റ് ഉണ്ട്? നമുക്ക് മിനിറ്റിലേക്കാക്കിയിട്ട് കൺസിഡർ ചെയ്യാനാണ് അതിന്. എത്ര മിനിറ്റ് ഉണ്ട്? 60 മിനിറ്റ് ഉണ്ട്. അപ്പം 30 ഡിഗ്രി ഡിവൈഡ് ബൈ 60 ചെയ്ത് കഴിഞ്ഞാൽ അവർ ഹാൻഡ് 1 മിനിറ്റ് കൊണ്ട് എത്ര ഡിഗ്രി മുന്നിലേക്ക് മൂവ് ചെയ്യും എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ 1 മിനിറ്റ് കഴിയുമ്പോൾ അവർ ഹാൻഡ് എത്ര മൂവ് ചെയ്യുന്നുണ്ട്? 0.5 ഡിഗ്രി. 0.5 ഡിഗ്രി. അപ്പോൾ 2 മിനിറ്റ് ആകുമ്പോഴാണ് 1 ഡിഗ്രി, 4 മിനിറ്റ് ആകുമ്പോഴാണ് 2 ഡിഗ്രി, 10 മിനിറ്റ് ആകുമ്പോഴാണ് 5 ഡിഗ്രി. ഓക്കെ, അപ്പോൾ അവർ ഹാൻഡ് 1 മിനിറ്റിൽ കറസ്പോണ്ടിങ് മിനിറ്റിൽ എത്ര മൂവ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഹാൻഡിൻ്റെ മൂവ്മെൻറ്റ് കാണാൻ പറഞ്ഞാൽ ഡയറക്റ്റ് അതിൻ്റെ എന്ത് കണ്ടാൽ മതി? പകുതി കണ്ടാൽ മതി. തന്നിട്ടുള്ള മിനിറ്റിൻ്റെ പകുതി കണ്ടാൽ മതി. ഇത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വളരെ യൂസ്ഫുൾ ആണ്. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ആംഗിൾ കാണാൻ പറയുന്ന ക്വസ്റ്റ്യൻസിൽ ഈ പറയുന്ന ലോജിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ടത്. പിന്നെ നിങ്ങൾക്കറിയാം കോയിൻസൈഡ് ചെയ്യണ കേസ് എങ്ങനെയാണ് വരിക, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ വരുന്ന കണ്ടീഷൻ നമുക്കറിയാം. അതുപോലെ തന്നെ 90 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്ന കണ്ടീഷൻ നമുക്ക് പറയാം. അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോകാൻ. അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഒന്നാമത്തെ ടൈപ്പ് നമ്മുടെ മിറർ ഇമേജ് കാണാനുള്ളതാണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി മിറർ ഇമേജ് ഓഫ് 7:15? 7:15 എന്ന് പറയുന്ന സമയത്തിൻ്റെ മിറർ ഇമേജ് എത്രയായിരിക്കും വരിക എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ.
ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കണ്ണാട വെച്ചിട്ട് അവിടെ ഫിഗർ കാണിക്കുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ കണ്ണാട കൊണ്ട് വയ്ക്കാൻ പറ്റുമോ എക്സാം ഹാളിൽ? ഇല്ല. അപ്പം നമ്മളത് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 12-ന് നേരെയാണ് 12 തന്നെയാണ് വരിക പുതിയ കേസിലും. 11-ന് നേരെ എന്താവും വരിക? മിറർ ഇമേജിൽ 1 ആവും വരിക. 10-ന് നേരെ 2 ആവും, 3, 4, ഇവിടെ 5 ആവും വരിക, 6 ആവും വരിക, 7 ആവും വരിക, 8 ആവും വരിക, 9 ആവും വരിക. ഓക്കെ. ഇപ്പോൾ ഇവിടെ തന്നിട്ടുള്ള സമയം 7:15 കറസ്പോണ്ടിങ് മിറർ ഇമേജിൽ വന്നത് 4-നും 5-നും ഇടയ്ക്ക് ചെറിയ സൂചി, വലിയ സൂചി 9-ന് നേരെ എന്ന് പറയുമ്പോൾ 4:45 ആണ് അതിൻ്റെ ഇതെന്ന് മനസ്സിലായി. മിറർ ഇമേജ് വരിക എന്നുള്ളത് നമുക്ക് ഫിഗർ നോക്കിയപ്പോൾ മനസ്സിലായി. ഓക്കെ. അപ്പോൾ എപ്പോഴും നമുക്ക് ഇങ്ങനെ ഫിഗർ നമുക്ക് കൺസിഡർ ചെയ്യാൻ ഉണ്ടാവില്ല. അപ്പോൾ ബ്രെയിനിൽ വെക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. 11 വരെയുള്ള സമയങ്ങളിൽ 11 മണി വരെയുള്ള സമയങ്ങളുടെ മിറർ ഇമേജ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളതെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള സമയത്തിന് 12-ൽ നിന്ന് കുറച്ചാൽ മതി. എന്ത് കിട്ടും? അതിൻ്റെ കറസ്പോണ്ടിങ് മിറർ ഇമേജ് കിട്ടും. ഇപ്പം ഇൻ കേസ് തന്നിട്ടുള്ള സമയത്തിൽ മണിക്കൂറും മിനിറ്റും ഉണ്ടെങ്കിൽ ഈ 12 മണി എന്ന് പറയണതിനെ 11 മണി 60 മിനിറ്റ് എന്ന് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ കുറയ്ക്കാൻ. കാരണം 12 മണിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് കുറയ്ക്കാൻ അവിടെ മിനിറ്റും കൂടി വരുമ്പോൾ നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് 12 മണിക്ക് പകരം എന്തെന്ന് എടുക്കുക? 11:60 എന്ന് എടുക്കുക. ഇനി 7:15 നമ്മൾ കുറയ്ക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 4:45 മിനിറ്റ്. 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിരിക്കും അതിൻ്റെ എന്ത് കിട്ടാന്ന് കൂട്ടി മിറർ ഇമേജ് വരിക എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ലോജിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കണം. 11 മണി തൊട്ട് 1 മണി വരെയുള്ള സമയങ്ങളിൽ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. അല്ലാത്ത കേസിലൊക്കെ നമ്മൾ കുറയ്ക്കേണ്ടത് 12-ൽ നിന്നാണ്. 12-ൽ നിന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, മിനിറ്റും കൂടി അവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ നമുക്ക് 12-ൽ നിന്ന് ഡയറക്റ്റ് കൺസിഡർ ചെയ്യുമ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തെന്ന് കൺസിഡർ ചെയ്യണം? 12-നെ 11:60 കൺസിഡർ ചെയ്തിട്ട് വേണം കുറയ്ക്കാൻ. ഇൻ കേസ് റൗണ്ട് ചെയ്തിട്ടുള്ള നമ്പറാണ്. ഇപ്പോൾ 7 മണിയുടെ മിറർ ഇമേജ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ ഡയറക്റ്റ് 12-ൽ നിന്ന് കുറച്ചാൽ മതി. 5 മണിയായിരിക്കും അതിൻ്റെ കറസ്പോണ്ടിങ് മിറർ ഇമേജ് വരെ. ഓക്കെ. അപ്പോൾ റൗണ്ട് ചെയ്തിട്ടുള്ള അവർ മാത്രമുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് 12-ൽ നിന്ന് കുറച്ചാൽ മതി. അവറും മിനിറ്റും കൺസിഡർ ചെയ്യുമ്പോൾ 11:60. 12-നെയാണ് നമ്മൾ 11:60 കൺസിഡർ ചെയ്യണേ. അതിൽ നിന്ന് വേണം സബ്സ്ട്രാക്ട് ചെയ്യാൻ. ചെയ്തത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വാട്ട് ഈസ് ദി മിറർ ഇമേജ് ഓഫ് 8:35? 8:35 എന്ന് പറയുന്ന സമയത്തിൻ്റെ മിറർ ഇമേജ്. ഓക്കെ. ഇതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏറെക്കുറെ. അതെ, ഇവിടെയാണ് 12, ഇവിടെയാണ് 1, 2, 3, 4, 5. ഇത്രയും മതി എന്ന് പറയുമ്പോൾ 3-നും 4-നും ഇടയ്ക്കാണ് നമ്മുടെ എന്ത് വരുന്നത്? ചെറിയ സൂചി അല്ലെങ്കിൽ അവർ ഹാൻഡ് വരുന്നത്. അപ്പോൾ 3 എടുത്തു, പോയിന്റ് ഇട്ടു. 5-ന് നേരെ കറസ്പോണ്ടിങ് മിനിറ്റ് ഹാൻഡ് വന്നു കഴിഞ്ഞാൽ 5-ന് നേരെ വന്നാൽ എത്ര മിനിറ്റ് നിന്ന് എടുക്കുക? 25 മിനിറ്റ് എന്നാണ് ഉത്തരമായി. വീണ്ടും ഫിഗർ ഉണ്ടാവില്ല നമുക്ക് എക്സാമിന്. അപ്പം നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. എന്തെന്ന് കുറച്ചാൽ മതി? 11:60 കുറച്ചാൽ മതി. ഇവിടെ മിനിറ്റ് ഉണ്ട് തന്നതിൽ. അപ്പോൾ 11:60 കുറയ്ക്കേണ്ടത്. 12-ന്നാണ് കുറയ്ക്കണേ. 12-ന് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 11 മണി കഴിഞ്ഞ് 60 മിനിറ്റ് എന്ന് കൺസിഡർ ചെയ്തൂടെ? 8:35 കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് എത്ര തന്നെ കിട്ടും? 3:25 തന്നെ കിട്ടും. അപ്പം മനസ്സിലായിട്ടുണ്ട് ലോജിക് എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വരുന്നത്? വാട്ട് ഈസ് ദി മിറർ ഇമേജ് ഓഫ് 11:15? 11:15 എന്ന് പറയുന്ന സമയത്തിൻ്റെ മിറർ ഇമേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൺസിഡർ ചെയ്യുമ്പോൾ തന്നെ അറിയാം 12-നും 1-നും ഇടയ്ക്കാണ് എന്ത് വന്നിട്ടുള്ളത്? അവർ ഹാൻഡ് കിടക്കുന്നത്. 12-നും 1-നും ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ 12 എന്ന് പറഞ്ഞിട്ടായിരിക്കും സമയം വരിക. ഇനി സെക്കൻഡ് മിനിറ്റ് ഹാൻഡ് കിടക്കുന്നത് 9-ന് നേരെ. ഇവിടെ 9 അല്ലേ വരിക? ഓക്കെ. ഇവിടെ 3, ഇവിടെ 9 തന്നെ വരിക കേട്ടോ, ശ്രദ്ധിച്ചോളാം. 9-ന് നേരെ എന്ന് പറയുമ്പോൾ 45 മിനിറ്റ് ആയിരിക്കും അതിൻ്റെ കറസ്പോണ്ട് വരിക. അപ്പോൾ 12:45 ആണ് അതിൻ്റെ എന്ത് വരുന്നത്? മിറർ ഇമേജ് വരുന്നത്. ഓക്കെ. ഇനി ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, 11:45 11-ന് മേലെ വന്ന് നമ്മൾ എന്തെന്ന് കുറയ്ക്കാനാണ് പറയുന്നത്? 24 മണിക്കൂറിന് വേണം കുറയ്ക്കാൻ. 11 തൊട്ട് 1 മണി വരെയുള്ള സമയങ്ങളിൽ നമുക്ക് തരുമ്പോൾ 24 മണിക്കൂറിന് വേണം നമ്മൾ കുറച്ചെഴുതാൻ. 24 മണിക്കൂർ മിനിറ്റും കൂടി തന്നിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് എന്ത് ചെയ്യണം? 24 മണിക്കൂറിന് നമ്മൾ 23:60 എന്ന് കൺസിഡർ ചെയ്തിട്ട് വേണം കുറയ്ക്കാൻ. അപ്പം നമുക്ക് എന്ത് കിട്ടും? കുറയ്ക്കുകയാണെങ്കിൽ 11:15 കുറയ്ക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് 12:45 ആൻസർ കിട്ടും. ഓക്കെ. ഞാൻ അതല്ല, ചിലവർക്ക് 11:60 തന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്നുള്ളൂ. കുറച്ചുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. 12 മണി വരെ നമുക്ക് 11:60 കുറയ്ക്കാം. അപ്പോൾ 0.45 കിട്ടും.
അപ്പോൾ ഈ 0 എന്ന് പറയുന്നത് 12 കൺസിഡർ ചെയ്താൽ മതി. അങ്ങനെ എടുക്കാൻ പറ്റുന്നവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. 12 മണി വരെയുള്ള സമയത്ത് നിന്ന് 12 തന്നെ നമുക്ക് കുറയ്ക്കാം. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 എന്നുള്ളത് ബ്രെയിനിൽ വരണം. അല്ലെങ്കിൽ നമുക്ക് റിസ്ക് ഒഴിവാക്കാൻ ഇതിൽ തന്നെ കുറയ്ക്കുകയാണ് നല്ലത്. 23:60 അല്ലെങ്കിൽ 24 മണിക്കൂറിന് കുറയ്ക്കായിരിക്കും എളുപ്പം വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി മിറർ ഇമേജ് ഓഫ് 12:15? 12:15 മിറർ ഇമേജ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒറ്റയടിക്ക് പറയുന്നുണ്ട്, ഇനി ഇത് ഫിഗർ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാം. 45 വരുന്നത്, 11:45 നോക്കിയിട്ട് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 23:60 നിന്ന് 12:15 കുറയ്ക്കുക. കുറച്ച് കഴിഞ്ഞ ആൻസറായി. അപ്പോൾ എത്ര കിട്ടി? 11:45 കിട്ടി. മിറർ ഇമേജ് ആയി. അപ്പം മിറർ ഇമേജ് കാണാൻ പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, 12 മണിക്കൂറിനും 24 മണിക്കൂറിനും തന്നിട്ടുള്ള സമയത്തിനെ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എന്താവും, മിറർ ഇമേജ് ആയി. മിനിറ്റും കൂടിയും കൺസിഡർ ചെയ്യുമ്പോൾ 12 മണിക്കൂർ നമ്മൾ എന്തെന്ന് കൺസിഡർ ചെയ്യേണ്ടി വരും, 11:60. അതുപോലെ തന്നെ 24 മണിക്കൂർ നമ്മൾ എന്തെന്ന് കൺസിഡർ ചെയ്യേണ്ടി വരും, 23 മണിക്കൂർ 60 മിനിറ്റ്. എന്നിട്ട് കുറയ്ക്കായിരിക്കും എളുപ്പം, കാരണം അവിടെ മിനിറ്റും കൂടി നമുക്ക് കുറയ്ക്കാനുണ്ട്. ഓക്കെ, ഇപ്പം മിനിറ്റ് ഇല്ല, ഡയറക്റ്റ് അവർ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാൽ ഡയറക്റ്റ് 12 24 കുറച്ചാൽ മതി. ഓക്കെ, മിറർ ഇമേജ് കിട്ടാൻ. വീണ്ടും നമ്മൾ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവാണ്. അടുത്തത് ആംഗിൾ ബിറ്റ്വീൻ ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് എന്ന് പറയുമ്പോൾ മിനിറ്റ് ഹാൻഡിനും അവർ ഹാൻഡിനും ഇടയിലുള്ള ആംഗിൾ എത്ര എന്ന് പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഈ ഒരു ആംഗിളിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അത് എത്ര മൂവ് ചെയ്യും അല്ലെങ്കിൽ അതിൽ എത്ര ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള ക്വസ്റ്റ്യനാണ് നമുക്ക് അടുത്ത ടൈപ്പിൽ വരാറുള്ളത്. അപ്പോൾ അത് അങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഡയറക്റ്റ് ഫോർമുല ഇത്രയേ ഉള്ളൂ, 30h - 11/2m എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോർമുല ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് തന്നെ നമുക്ക് ആലോചിച്ചിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ 2 hands of a clock and time is 2:20? സമയം 2:20 ആകുമ്പോൾ ഈ 2 ഹാൻഡ്സ് അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും തമ്മിലുള്ള കോണളവ് എത്ര അല്ലെങ്കിൽ എത്ര എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ 2:20 എന്ന് പറയുമ്പോൾ 20 എന്ന് പറയുമ്പോൾ ഏതിന് നേരെയാണ് നമ്മുടെ സൂചി നിൽക്കുക, 4ന് നേരെയായിരിക്കും സൂചി നിൽക്കുക. അത് നിങ്ങൾക്കറിയണം. ഇനി 2:20 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2നും 4നും ഇടയ്ക്ക് എത്ര 5 മിനിറ്റ് ഉണ്ട്, 5 മിനിറ്റ് ഉണ്ട്. ഓക്കെ, 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഓരോ 5 മിനിറ്റും എത്ര ഡിഗ്രിയാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഓരോ 5 മിനിറ്റും മിനിറ്റ് ആൻഡ് ഓരോ 5 മിനിറ്റിൽ എത്ര ഡിഗ്രി കവർ ചെയ്യുക, 30 ഡിഗ്രി ആയിരിക്കും. അതായത് 5 മിനിറ്റ് എന്ന് പറയുമ്പോൾ 2 × 30 60 ഡിഗ്രി വ്യത്യാസം നോർമലി വരേണ്ടതാണ്. നോർമൽ കേസ് കൺസിഡർ ചെയ്യുമ്പോൾ 2:20 എന്ന് പറയുമ്പോൾ, ഇപ്പം ഞാൻ അവിടെ ഒരു ക്ലോക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 2:20 എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യത്തെ കേസാണ് കേട്ടോ ശരിക്കും. 12, 1, 2, ഇവിടെ 3 വന്നു, അത് കഴിഞ്ഞിട്ട് 4 വന്നു. അപ്പോൾ മിനിറ്റിൻ്റെ സൂചി 4ന് നേരെ കിടന്നു. അവരുടെ സൂചി കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ കൺസിഡർ ചെയ്തത് 2ൻ്റെ നേരെയുള്ള പോലെയാണ് ഇപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്ത് പോയത്. 2:20 എന്ന് പറയുമ്പോൾ 2നും 3നും ഇടയ്ക്കാണ് വരിക. നമ്മളിപ്പോൾ നേരെയുള്ള പോലെയാണ് ആദ്യം കൺസിഡർ ചെയ്തത്. അപ്പോൾ 2ലും 4ലും ആണെങ്കിൽ 2 × 30 60 ഡിഗ്രി ആയിരിക്കും അതിൻ്റെ കോണളവ് വരേണ്ടത്. പക്ഷേ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണം, 2:20 എന്ന് പറയുമ്പോൾ നമ്മുടെ മണിക്കൂറിൻ്റെ സൂചി അല്ലെങ്കിൽ ചെറിയ സൂചി ഏതിൻ്റെ നേരെയല്ല വരിക, 2ൻ്റെ നേരെയല്ല വരിക, കുറച്ച് ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ടാവും, 3ൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവും. ആ മൂവ് ചെയ്ത ആംഗിൾ അല്ലെങ്കിൽ മൂവ് ചെയ്ത ഡിഗ്രി കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞു 20 മിനിറ്റിലെ മണിക്കൂറിൻ്റെ സൂചി എത്ര മുന്നിലേക്ക് മൂവ് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എന്ത് ചെയ്താൽ മതി, പകുതി കണ്ടാൽ മതി. അപ്പോൾ എത്ര ഡിഗ്രി അത് മുന്നിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ 10 ഡിഗ്രി ആയിരിക്കും. 20/2 കേട്ടോ, ഇവിടെ തന്നിട്ടുള്ള മിനിറ്റിൻ്റെ പകുതി എടുത്താൽ മതി. ഇപ്പം ഇനി ഇവർ തമ്മിലുള്ള കോണളവ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 60 ഡിഗ്രി - 10 ഡിഗ്രി എത്ര ഡിഗ്രിയാണ് വരിക, 50 ഡിഗ്രി ആയിരിക്കും അതിൻ്റെ എന്ത് വരിക, കോണളവ് വരിക. പറഞ്ഞത് കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എല്ലാ ക്വസ്റ്റ്യനിലും ഇത് മൈനസ് അല്ല ചെയ്യേണ്ടി വരിക. ചില സമയത്ത് ഇത് അകന്ന് പോവാം എന്ന് പറയുമ്പോൾ അതിൻ്റെ കണ്ടീഷൻ വരുമ്പോൾ നമുക്ക് പറഞ്ഞു തരാം. ഇപ്പം ഈ കേസിൽ നമുക്ക് എന്താണ്, മൈനസ് ആണ് ചെയ്യേണ്ടത്. കാരണം 2ഉം 4ഉമാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം. 2ൽ നിന്ന് 4 അല്ലെങ്കിൽ 2 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആകുമ്പോൾ കറക്റ്റ് 2ൻ്റെ നേരെ എല്ലാം എന്തുണ്ടാവുക, മണിക്കൂറിൻ്റെ സൂചി ഉണ്ടാവും, കുറച്ചും മുന്നിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവും. അത് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 20ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 10 ഡിഗ്രി ആയിരിക്കും.
അത്രയും മുന്നിലേക്ക് കുറഞ്ഞത് കൊണ്ട് ഇനി അവർ തമ്മിലുള്ള ആംഗിൾ അത്ര കുറവുണ്ടാവും. അപ്പോൾ എത്രയാണ് വരുന്നത്? 50 ഡിഗ്രി ആയിരിക്കും അവർ തമ്മിലുള്ള ആംഗിൾ. ചെയ്തത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ 2 ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് ആൻഡ് ടൈം ഈസ് 5:40. 5:40 സമയം വരുമ്പോൾ നമ്മുടെ മണിക്കൂറിൻ്റെ സൂചിയും മിനിറ്റിൻ്റെ സൂചിയും തമ്മിലുള്ള കോണളവാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞു 40 മിനിറ്റിനെ എന്ന് പറയുമ്പോൾ ഏതിൻ്റെ നേരെയാണ് സൂചി ഉണ്ടാവുക? 8ൻ്റെ നേരെയാണ് സൂചി ഉണ്ടാവുക. അപ്പോൾ 5ഉം 8ഉം തമ്മിലുള്ള ഗ്യാപ്പ് എത്രയും 3. ഓരോ 5 മിനിറ്റിലും ഗ്യാപ്പ് 30ആണ്. അപ്പോൾ അങ്ങനത്തെ 3-5 മിനിറ്റ് ഉണ്ടെങ്കിൽ 3×30 90 ഡിഗ്രിയാണ് ഗ്യാപ്പ് വരിക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസ് കൺസിഡർ ചെയ്തു. ഇനി ശ്രദ്ധിക്കുക, വീണ്ടും നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ ഒരു കേസ് നമ്മൾ 5:40 എന്ന് പറയുമ്പോൾ 5ന് നേരം 40 എന്ന് പറയുമ്പോൾ 8ന് നേരം കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്തു പോയത്. പക്ഷെ കറക്റ്റ് 5:40 എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ 7, ഇവിടെ 8, 8ന് നേരെയാണ് എന്തിൻ്റെ വരിക? മിനിറ്റിൻ്റെ സൂചി വരിക. പക്ഷേ മണിക്കൂറിൻ്റെ സൂചി ഏതിന് നേരെയല്ല വരിക? 5ന് നേരെയല്ല വരിക. 5ന് നേരെയുള്ള പോലെ കേസ് പോലെ കൺസിഡർ ചെയ്തിട്ടാണ് 5ൻ്റെയും 8ൻ്റെ ഇടയ്ക്ക് 3 എന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ശരിക്കും എത്ര ഇല്ല? 3 ഇല്ല. കുറച്ച് മുന്നിലേക്ക് മൂവ് ചെയ്തിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. 5ന് നേരെയുള്ള പോലെയാണ് ആദ്യം കൺസിഡർ ചെയ്തത്. പക്ഷേ ഇവിടെ കുറച്ച് മുന്നിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട് 5:40 എന്ന് പറയുമ്പോൾ. അപ്പോൾ ആംഗിൾ കുറച്ച് കുറവായിരിക്കും. ശരിക്കും ഉണ്ടാവണമെങ്കിലും കുറച്ച് 5-ലായിരിക്കും ഉണ്ടായിരുന്നെങ്കിലും ആംഗിൾ കുറവായിരിക്കും 5:40 ഉണ്ടാവുക. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഇനി ചെയ്യേണ്ട ഓപ്പറേഷൻ മൈനസ് ആണ്. കുറയുന്നത് കൊണ്ട് മൈനസ് കൺസിഡർ ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? എത്രയാണ് കുറയ്ക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 40 മിനിറ്റ് പോയി എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ഡിഗ്രിയാണ് കുറയ്ക്കേണ്ടത് വരിക? 40 മിനിറ്റിൽ അവർ അതിൻ്റെ എത്ര മുന്നിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞു? അതിൻ്റെ പകുതി എത്രയാ? 20 ഡിഗ്രി മുന്നിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവർ തമ്മിലുള്ള കോണളവ് ഇനിയിപ്പോൾ എത്ര ഡിഗ്രി ഉള്ളൂ? 70 ഡിഗ്രിയാണ് കോണളവ് ഉണ്ടാവുക. നമ്മൾ ഈ കേസ് നമ്മൾ ഗസ് ചെയ്തിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് കാരണം 5 മിനിറ്റിനിടയ്ക്കുള്ള കോണളവ് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ അറിയാം. അതുകൊണ്ടാണ് അത് ആദ്യം ഫൈൻഡ് ചെയ്യുന്നത്. പക്ഷെ അവർ തമ്മിലുള്ള കോണളവാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ 5-ലല്ല ഇരിക്കേണ്ടാവുക, കുറച്ച് മുന്നിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ടാവും. അത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എത്രയാണോ സമയം തന്നുള്ള സമയത്തിൽ മിനിറ്റിൻ്റെ ഭാഗം തന്നുള്ള അതിൻ്റെ പകുതി ആയിരിക്കും നമ്മുടെ അവർ ആൻഡ് മൂവ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, വീണ്ടും നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പറയണമെങ്കിൽ മുമ്പ് നെക്സ്റ്റ് ഒരു കോൺസെപ്റ്റ് പറയാണ്, റിഫ്ലക്സ് ആംഗിൾ. അപ്പോൾ റിഫ്ലക്സ് ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ആൻ ആംഗിൾ വിച്ച് ഈസ് മോർ ദാൻ 180 ഡിഗ്രി ആൻഡ് ലെസ് ദാൻ 360 ഡിഗ്രി. റിഫ്ലക്സ് ആംഗിൾ എന്ന് പറയുന്നത് എപ്പോഴും 180 ഡിഗ്രിയെങ്കിലും കൂടുതലായിരിക്കും, 360 ഡിഗ്രിയെങ്കിലും കുറവായിരിക്കും. അപ്പോൾ നമുക്ക് സാധാരണ ആംഗിൾ കണ്ടുപിടിക്കാൻ അറിയാമെന്ന് വെച്ചാൽ റിഫ്ലക്സ് ആംഗിൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? 360 ഡിഗ്രിന്ന് കുറച്ച് എഴുതി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? റിഫ്ലക്സ് ആംഗിൾ ആയിരിക്കും. നോർമൽ ആംഗിൾ കണ്ടുപിടിച്ചതിന് ശേഷം 360 ഡിഗ്രിന്ന് കുറച്ച് എഴുതി കഴിഞ്ഞാൽ എന്താവും? കറസ്പോണ്ടിങ് നമുക്ക് റിഫ്ലക്സ് ആംഗിൾ കിട്ടും. ഒരു ക്വസ്റ്റ്യൻ റിഫ്ലക്സ് ആംഗിളിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പറയാം. ദി റിഫ്ലക്സ് ആംഗിൾ ബിറ്റ്വീൻ ദി ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് അറ്റ് 10:25. 10:25 ആകുമ്പോൾ റിഫ്ലക്സ് ആംഗിളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 10:25 എന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. 10:25 എന്ന് പറയുമ്പോൾ 10ന് നേരെ 10ന് കുറച്ച് മുന്നിലായിട്ടായിരിക്കും എന്ത് വരിക? നമ്മുടെ മണിക്കൂറിൻ്റെ സൂചി ഉണ്ടാവുക. 25ന് നേരെ എന്ന് പറയുമ്പോൾ 5ന് നേരെ ആയിരിക്കും എന്തുണ്ടാവുക? മിനിറ്റിൻ്റെ സൂചി ഉണ്ടാവുക. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് 10 - 5. 5 ഗ്യാപ്പ് ഉണ്ട് 10നും 5നും ഇടയ്ക്ക്. 5×30 എന്ന് പറയുമ്പോൾ 150 ഡിഗ്രി അത് മേക്ക് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ് കൺസിഡറേഷൻ വന്നത്. ഇനി ശ്രദ്ധിക്കാം, വീണ്ടും നമ്മൾ കൺസിഡർ ചെയ്ത് 10നും 5നും നേരെയുള്ള പോലെയാണ് കൺസിഡർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. 5ന് നേരെ മിനിറ്റിൻ്റെ സൂചി ഇവിടെ 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്, 10 ഉണ്ട്, 11 ഉണ്ട്, 12 ഉണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 10:25 എന്ന് പറയുമ്പോൾ 10ൽ ഉള്ള പോലെയാണ് നമ്മൾ കൺസിഡർ ചെയ്ത് പോയത്. ശരിക്കും 10ലാണ് ഉണ്ടാവുക മണിക്കൂറിൻ്റെ സൂചി? അല്ല, കുറച്ചെങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ടാവും? മുന്നിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ടാവും. 11ൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഇവർ തമ്മിലുള്ള ആംഗിൾ കൂടാണ് ഇപ്പോൾ ഉള്ളെങ്കിലും 10:25 എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്ത 10നും 5നും ഇടയ്ക്കുള്ള ആംഗിളിനെങ്കിലും കൂടാണോ ചെയ്യുക കുറയാണോ ചെയ്യുക? ഓട്ടോമാറ്റിക്കലി എന്താ ഉണ്ടാവുക? കൂടും. കാരണം ഈ പറയുന്ന ആംഗിൾ കൂടുതൽ ചെയ്യണം. 10ലായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെയാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. 10ലും 5ലും ഉള്ള പോലെയാണ് നമ്മൾ ആംഗിൾ ഇപ്പോൾ കണ്ടു ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും അപ്പോൾ പക്ഷേ 10ലല്ല കിടക്കുന്നത്, കുറച്ച് 11ലേക്കും കൂടി മുന്നിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. മുന്നിലേക്കാണ് മൂവ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പം അതുകൊണ്ട് ആ ആംഗിളും കൂടി നമ്മൾ കൂട്ടണം. ആ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? +2 തന്നിട്ടുള്ള മിനിറ്റിൻ്റെ പകുതി ആയിരിക്കും. തന്നിട്ടുള്ള മിനിറ്റ് എത്രയാണ്? 25 മിനിറ്റാണ്. അതിൻ്റെ പകുതിയാണ് മണിക്കൂർ സൂചി മൂവ് ചെയ്യാന്ന് നമ്മൾ പറഞ്ഞു.
അപ്പം എത്ര 12 ഡിഗ്രി കൂടി മൂവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ കോണളവ്, ഇടയ്ക്കുള്ള കോണളവ് എന്ന് പറയുന്നത് 162.5 ഡിഗ്രിയാണ്. നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അതല്ല, അതിൻ്റെ റിഫ്ലക്സ് ആംഗിളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ റിഫ്ലക്സ് ആംഗിൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 360 ഡിഗ്രിന്ന് ഇത് കുറച്ച് എഴുതണം. 360 ഡിഗ്രി മൈനസ് 162.5 ഡിഗ്രി കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഒറ്റയടിക്ക് കിട്ടും. എത്രയാണ്? 197.5 ഡിഗ്രി. അതായിരിക്കും എൻ്റെ എന്ത് വരിക? റിഫ്ലക്സ് ആംഗിൾ വരിക. മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. റിഫ്ലക്സ് ആംഗിൾ കാണാൻ പറഞ്ഞ ജസ്റ്റ് 360 ഡിഗ്രിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള ആംഗിൾ കുറച്ചാൽ മതി. ഓക്കെ, അതെപ്പോഴും 180 ഡിഗ്രിയെങ്കിലും കൂടുതലായിരിക്കും. ഓക്കെ, ഇങ്ങനെ 2 രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇത്ര നേരം ചെയ്ത ഓപ്പറേഷനിലൊക്കെ ആദ്യത്തെ 2 കേസിൽ നമ്മൾ മൈനസ് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആംഗിള് കുറയ്ക്കല്ല ചെയ്തത്, ഇവിടെയും കുറച്ചു, ആദ്യത്തെ കേസിലും കുറച്ചു. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്തുണ്ടായി? ആ ആംഗിൾ കിട്ടാൻ വേണ്ടി കൂട്ടി. അപ്പം നിങ്ങൾക്ക് അത് കോമൺ ആയിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. കോമൺ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ കിട്ടിയ ശേഷം നമ്മൾ ആ സമയം നോക്കുക. എന്നിട്ട് നോക്കേണ്ടത് മിനിറ്റിൻ്റെ സൂചിയും മണിക്കൂറിൻ്റെ സൂചിയും ആ സമയത്ത് അടുക്കുകയാണോ അകലുകയാണോ നോക്കണം. എന്നിട്ട് ഒറ്റയടിക്ക് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1:20 ഇത് പറയുമ്പോഴേക്കും നമുക്ക് ബ്രെയിനിൽ വേണം നമ്മുടെ മണിക്കൂറിൻ്റെ സൂചി 1-ലും മിനിറ്റിൻ്റെ സൂചി 4-നും കറസ്പോണ്ടിങ് ആണ് വരിക. 1-ലെന്ന് പറയുമ്പോൾ 4-ന്റെ അടുത്തേക്ക് കുറച്ചേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവും, 20 മിനിറ്റ് മുന്നിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആംഗിൾ കുറയാണ് ചെയ്യുക, അതുകൊണ്ട് മൈനസ് ചെയ്യണം. ഒരു എക്സാമ്പിൾ വേണം പറയുകയാണെങ്കിൽ, വേറൊരു സമയം പറയുകയാണെങ്കിൽ 7:25 എന്ന് പറയുമ്പോൾ 25 എന്ന് പറയുമ്പോൾ 5-ന് നേരെയാണ് ഉണ്ടാവുക. അപ്പോൾ നോക്കുമ്പോൾ നമുക്കറിയാം ഈ ഗ്യാപ്പ് 2ആണ് വരുന്നത്, 60 ഡിഗ്രി കിട്ടും. ഇത് ശ്രദ്ധിക്കാനുള്ളത് കൂട്ടാണ് കുറയ്ക്കുകയാണോ വേണ്ടതെന്നുള്ളതാണ് ഒറ്റയടിക്ക് കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പോൾ നോക്കുമ്പോൾ 7 എന്ന് പറയുന്നത് 5 എന്ന് പറയുന്നത് 7-ന്റെ പിന്നിലാണ്, 7 എന്ന് പറയുന്നത് 5-ന്റെ മുന്നിലായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 7:25 എന്ന് പറയുമ്പോൾ 7-ൽ നിന്ന് നമ്മുടെ അവർ ആൻഡ് 8-ലേക്കാണ് മൂവ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആംഗിൾ കൂടാണ് ചെയ്യുക. മറ്റേത് 25-ലല്ലേ കിടക്കണം. ഇത് 7-ലാണ് കിടക്കണമെന്ന് വെച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ട? ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ 7-ലല്ലേ കിടക്കുക, കാരണം 25 മിനിറ്റ് എന്ന് പറയുമ്പോൾ 12 ഡിഗ്രി മുന്നിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടാവും 8-ന്റെ സൈഡിലേക്ക്. അത് ആ ആംഗിൾ ഫ്രെയിം ചെയ്യുന്നത് കൂടാണ് ചെയ്യുക. അപ്പോൾ അത് നിങ്ങൾക്ക് ബ്രെയിനിൽ എടുക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വേറെ ഇത് തെറ്റിക്കാനൊന്നുമില്ല. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ദി ആംഗിൾ ബിറ്റ്വീൻ 2 ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് വെൻ ദ ടൈം ഈസ് 7:20 അല്ലെങ്കിൽ 7:20 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 7 എടുത്തു, 20-ന് കറസ്പോണ്ടിങ് 4ആണ് വരിക. 7 - 4 3 3 × 30 90 ഡിഗ്രി കൺസിഡർ ചെയ്തു. ഇനി നോക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ, പ്ലസ് ആണോ മൈനസ് ആണോ ചെയ്യേണ്ടത്. ഇപ്പോൾ 7-4 എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു വലിയ സൂചി കിടക്കുന്നത് 4-ലാണ്, ചെറിയ സൂചി 7-ലാണ്. 7-ന്ന് 8-ലേക്കാണ് മൂവ് ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ആംഗിൾ അവരുടെ ഇടയ്ക്കുള്ളത് കൂടാണ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ പ്ലസ് ഇട്ടു. 7-ന്ന് എത്ര മുന്നിലേക്ക് മൂവ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ സൂചി അല്ലെങ്കിൽ മണിക്കൂറിൻ്റെ സൂചി 20-ന്റെ പകുതി 10 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒരു തമ്മിലുള്ള ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ കോൺസെപ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആംഗിൾ ബിറ്റ്വീൻ ദി ഹാൻഡ്സ് ഓഫ് ദി ക്ലോക്കിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. 3 ടൈപ്പ് ഒന്നും, റിഫ്ലക്സ് ആംഗിൾ, പിന്നെ പ്ലസ് ഉള്ളത് വരും, മൈനസ് ഉള്ളത് വരും. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പിലേക്ക് പോവാണ്. 2 ഹാൻഡ്സ് കോയിൻസൈഡ്, 2 സൂചികൾ കോയിൻസൈഡ് വരുന്ന കേസാണ് നമുക്ക് അടുത്തത് വരുന്നത്. അപ്പോൾ അതിന് മുമ്പത്തേല് നമുക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് ഒരു ഫോർമുല പഠിച്ചാലും കാര്യം നടക്കണ്ട. ഫോർമുല ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു, 30h - 11/2m. അപ്പോൾ ഫോർമുല ആകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ നടക്കണം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡയറക്റ്റ് പറഞ്ഞത്. എങ്ങനെ ഫോർമുലയിൽ ഡയറക്റ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നൊന്ന് കാണിച്ചു തരാം. 30 മണിക്കൂർ ഇവിടെ തന്നുള്ളത് എത്രയാണ്? 2 - 11/2 മിനിറ്റ് ഇവിടെ തന്നുള്ളത് എത്രയാണ്? 20. ഡയറക്റ്റ് വെട്ടി ചെറുതാക്കി കഴിഞ്ഞാൽ ഉത്തരമായി. അപ്പം 60 - 110 പറയുമ്പോൾ 50 കിട്ടും. ഇവിടെ ഉത്തരം കിട്ടുന്ന സൈൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, ആംഗിൾ മാത്രം നോക്കിയാൽ മതി. ആംഗിൾ ആകുമ്പോൾ നമുക്ക് എപ്പോഴും പോസിറ്റീവിലാണ് കൺസിഡർ ചെയ്യുക. അപ്പം നിങ്ങൾ അതുകൊണ്ട് തന്നെ ഉത്തരം കിട്ടുമ്പോൾ അതിൻ്റെ സൈൻ ശ്രദ്ധിക്കേണ്ട. ഏതിൽ അപ്ലൈ ചെയ്യുമ്പോൾ? ഫോർമുലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഫോർമുലയിൽ അപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഫോർമുല പഠിക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആലോചിച്ചിട്ട് ചെയ്യായിരിക്കും എളുപ്പം വരിക. ഓക്കെ, നമ്മുടെ മൂന്നാമത്തെ കോൺസെപ്റ്റിലേക്ക് പോവാണ്. 2 ഹാൻഡ്സ് ഓഫ് ദി ക്ലോക്ക് കോയിൻസൈഡ് എന്നുള്ളതാണ് നമ്മുടെ മൂന്നാമത്തെ കോൺസെപ്റ്റ്. കോയിൻസൈഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. 2-ന്റെ നേരെ എന്നു, അല്ലെങ്കിൽ 3-ൽ തന്നെ മിനിറ്റിൻ്റെ സൂചിയും അവരുടെ സൂചി, 4-ൽ തന്നെ മിനിറ്റിൻ്റെ സൂചി അവരുടെ സൂചി, 5-ൽ തന്നെ മിനിറ്റിൻ്റെ സൂചി അവരുടെ സൂചി. അങ്ങനെ വരുന്ന കണ്ടീഷൻസിനെയാണ് നമ്മൾ കോയിൻസൈഡ് എന്ന് പറയുക. ഇപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിലേക്കാവും നോക്കി നിൽക്കുന്നുണ്ടാവും അല്ലേ? മിനിറ്റിൻ്റെ സൂചി അവരുടെ സൂചി ഇപ്പോൾ ഇവിടെ ഈ ഡയറക്ഷനിലാണ്, ഓരോ ഡയറക്ഷനിലേക്കാവും
ഉണ്ടാവുക. അപ്പോഴാണ് നമ്മൾ കോയിൻസൈഡ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 360 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ 0 ഡിഗ്രി ആയിരിക്കും മേക്ക് ചെയ്യുന്ന ആംഗിൾ. അത് കാണാനുള്ള ഡയറക്റ്റ് ഫോർമുല n×60/11 എന്ന് പറയുന്നതാണ്. n എന്ന് പറയുന്നത് നമുക്ക് 2 ടൈമുകൾ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ ചെറിയ ടൈമിനാണ് നമ്മൾ എപ്പോഴും n ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ ചെയ്യാം, അപ്രോച്ച് ചെയ്യാം, ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ നമുക്ക് കണ്ടീഷൻ മനസ്സിലായില്ലേ? കോയിൻസൈഡ് എന്ന് പറയുമ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിലായിരിക്കും, ഒരേ ലൈനിലായിരിക്കും വരിക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ടൈം ബിറ്റ്വീൻ 2 and 3 മിനിറ്റ് ആൻഡ് അവർ ആൻഡ് ആർ കോയിൻസൈഡ്? രണ്ടിനും 2 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് അവർ ആൻഡും മിനിറ്റ് ആൻഡും കോയിൻസൈഡ് ചെയ്യണം എപ്പോഴാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ കാണുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. 2-നും 3-നും ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ 2 മണി കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റിനും 15 മിനിറ്റിനും ഇടയ്ക്കാവും. ഓക്കെ, കോയിൻസൈഡ് ചെയ്യുക. കാരണം 2 മണി കഴിഞ്ഞ് 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും 2-ലാവില്ലേ, കുറച്ച് മുന്നിലേക്ക് പോയിണ്ടാവും ഇത് അവർ ആൻഡ്. എന്നാലാണ് അതിനുശേഷമാണ് നമുക്ക് എന്തായാലും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോയിൻസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സമയം എത്രയാണെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാനുള്ളത് ഇത്രയേ ഉള്ളൂ. തന്നിട്ടുള്ള സമയത്തിൽ ചെറിയ സമയം, ഇപ്പോൾ 2-നും 3-നും ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ 2 എന്നുള്ളത് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തു. × 60/11 ചെയ്ത് കഴിഞ്ഞാൽ 10-ൽ 11 പോവോ? ഇല്ല. അപ്പോൾ ബാക്കി എത്രയുണ്ട്? 10/11 മിനിറ്റ്സ് എന്നുള്ളത് കിട്ടും. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് എപ്പോൾ കോയിൻസൈഡ് ചെയ്യുന്ന ചോദിച്ചിട്ടില്ലേ. അപ്പോൾ 2 മണി കഴിഞ്ഞ് 2 hours 10 and 10/11 മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണി കഴിഞ്ഞ് 10-ഉം 10/11 മിനിറ്റ്സ് കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുക, 2 ഹാൻഡ്സും കോയിൻസൈഡ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് ഇത്രയേ ഉള്ളൂ. പി ടൈപ്പ് ക്വസ്റ്റ്യൻസിൽ ഇനി വരുന്ന 3 ടൈപ്പിലും നിങ്ങൾക്ക് ബ്രെയിനിൽ വെക്കേണ്ട നമ്പർ 60/11 എന്നുള്ളത് മാത്രമാണ്. 60/11 എന്നുള്ള നമ്പർ ബ്രെയിനിൽ വെച്ച് നമുക്ക് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് ചെയ്യാം. അത് ബ്രെയിനിൽ വെക്കാനുള്ള ഒരു ലോജിക്ക് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം അതിൻ്റെ ശരിക്കുള്ള റീസൺ, അതിൻ്റെ പിന്നിൽ ഉണ്ടാവേണ്ടത് ഇതായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു, മണിക്കൂറിൻ്റെ സൂചി 5 മിനിറ്റ്, മണിക്കൂറിൻ്റെ സൂചി 1 മണിക്കൂറിൽ എത്രയാ പോവുക? 5 മിനിറ്റ് മൂവ് ചെയ്യണ ദൂരമല്ലേ പോണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിറ്റിൻ്റെ സൂചി 5 മിനിറ്റിൽ കവർ ചെയ്യണ ദൂരമാണ് മണിക്കൂറിൻ്റെ സൂചി 1 മണിക്കൂറിൽ കവർ ചെയ്യുക. അപ്പോൾ മണിക്കൂറിൻ്റെ സൂചി ഇൻ 1 hour അവർ ആൻഡ് എത്ര മൂവ് ചെയ്യും ചോദിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ്. ഓക്കെ, മിനിറ്റ് ആൻഡ് ആണെങ്കിൽ 60 മിനിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് മൂവ് ചെയ്യുക. എന്തുണ്ടാവുക? 1 hour മിനിറ്റ് ആൻഡ്. അപ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഇത്രയേ ഉള്ളൂ. മിനിറ്റ് ആൻഡിന് അപ്പോൾ 1 മണിക്കൂറിൽ എത്ര മിനിറ്റ് ഗെയിൻ കിട്ടുന്നത്? 55 മിനിറ്റ്. 55 മിനിറ്റാണ് ഗെയിൻ കിട്ടുന്നത്. അതാണ് നമ്മൾ കൺസിഡർ ചെയ്യണേ ഇപ്പോൾ ഓരോ 1 മണിക്കൂറിലും. അപ്പോൾ 60/55 അതിന് കറസ്പോണ്ടിങ് ചേഞ്ച് ചെയ്യാൻ, അതിൻ്റെ ആ ഗെയിനിൻ്റെ എഫക്റ്റായിട്ട് നമുക്ക് വരിക. അപ്പോൾ ഈ ഒരു നമ്പർ ബ്രെയിനിൽ വെച്ച് കഴിഞ്ഞാൽ ഈ 60/55 തന്നെയാണ് 60/11 ഇവർ ഷോർട്ട് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളത്. ഇത് മിനിറ്റിലാണ് തരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റയടിക്ക് ആ മിനിറ്റിന് വെച്ച് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ തന്നെ 60/55 എന്ന് പറയുന്ന നമ്പർ ബ്രെയിനിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. എന്ന് പറയുമ്പോൾ 2-നും 3-നും ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ എത്ര മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കോയിൻസൈഡ് ചെയ്യാൻ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 2-ന്റെ കറസ്പോണ്ടിങ് മിനിറ്റിൽ കൺസിഡർ ചെയ്യുക. 2-ന്റെ നേരെ എന്ന് പറയുമ്പോൾ 10 മിനിറ്റ് അല്ലേ വരിക. അപ്പോൾ 10 × 60/55 ചെയ്താൽ നമുക്ക് ഇതേ ഉത്തരം തന്നെ കിട്ടും. ഇത് വെട്ടിച്ചെറുതാക്കി കഴിഞ്ഞാൽ 2 ഇവിടെ 11. അപ്പോൾ 2 × 60/11 തന്നെയല്ലേ വന്നത്. അതല്ലേ ഇവിടെ ഫോർമുലയിൽ വന്നല്ലേ 2 × 60/11. ഓക്കെ, അപ്പം അങ്ങനെയാണ് അത് ഫ്രെയിം ചെയ്ത് വന്നിട്ടില്ല. അപ്പോൾ അത് ബ്രെയിനിൽ വെക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. ബ്രെയിനിൽ വെക്കേണ്ടത് ഒന്നെങ്കിൽ 60/55 എന്ന് ബ്രെയിനിൽ വെക്കുക. 60/55 ബ്രെയിനിൽ വെക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ട് എടുക്കുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് മിനിറ്റിൽ വേണം കൺസിഡർ ചെയ്യാൻ. ഇൻ കേസ് 60/11 എടുക്കുമ്പോൾ ഡയറക്റ്റ് 2 മണിക്കൂറുകൾ തന്നിട്ടുണ്ടെങ്കിൽ ആ ചെറിയ മണിക്കൂറിൻ്റെ കറസ്പോണ്ടിങ് നമ്പർ ഡയറക്റ്റ് എടുത്ത് എഴുതിയാൽ നമുക്ക് ഉത്തരം കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ് വാട്ട് ടൈം ബിറ്റ്വീൻ 7 and 8 മിനിറ്റ് ആൻഡ് അവർ ആൻഡ് ആർ കോയിൻസൈഡ്? 7 മണിക്ക് 8 മണിക്ക് ഇടയ്ക്ക് എപ്പോൾ കോയിൻസൈഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നും നോക്കാനില്ല, എന്ത് ചെറിയ നമ്പർ എടുക്കുക. 7 റെസ്പോണ്ടിങ് 60/11 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ. അല്ലെങ്കിൽ എന്താ 7 × 5 35 × 60/55 ചെയ്ത് കഴിഞ്ഞാലോ ആൻസറായി. ഇത് വെട്ടിച്ചെറുതാക്കണമെങ്കിൽ 420/11 എന്ന് കിട്ടും. 42-ൽ 11 പ്രാവശ്യം പോവും, 3 പ്രാവശ്യം. ബാക്കി 9 × 90-ൽ 8 പ്രാവശ്യം
ബാക്കി 88 വന്നു, ബാക്കി 2 ഉണ്ടാവും. 2/11 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മണി കഴിഞ്ഞ് 38 മിനിറ്റ് 38 ആൻഡ് 2/11 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവും? 2 ഹാൻഡ്സും കോയിൻസൈഡ് ചെയ്യും എന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടി. ചെയ്തത് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. വീണ്ടും നെക്സ്റ്റ് നമ്മൾ പോവാണ് 2 ഹാൻഡ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. 2 ഹാൻഡ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ആംഗിൾ മേക്ക് ചെയ്യേണ്ടത് 180 ഡിഗ്രി ആയിരിക്കും. 2 സൈഡിലേക്ക് നോക്കിയാലും 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ 2 ഹാൻഡിൻ്റെ ഇടയ്ക്ക് എത്ര 5 മിനിറ്റിൻ്റെ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6 5 മിനിറ്റിൻ്റെ ഗ്യാപ്പ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എത്തുള്ളൂ. 180 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എത്തണല്ലോ. അപ്പോൾ 2 മിനിറ്റിൻ്റെ അവരുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരണമെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് 5 മിനിറ്റിൻ്റെ ആയിരിക്കും എന്നുള്ളത് ബ്രെയിനിൽ വേണം. അപ്പോൾ 5 മിനിറ്റിന് നമ്മൾ ഒറ്റയടിക്ക് 6 കൂടിയിട്ട് കൺസിഡർ ചെയ്താലും മതി. അപ്പം അതുകൊണ്ടാണ് ഫോർമുലയിൽ ഒരു ചെറിയ വ്യത്യാസമുള്ളൂ. +6 ചെയ്തതിന് ശേഷം, നേരത്തെ ചെറിയ നമ്പർ ആയിരുന്നു എടുത്തത്, ഈ കേസിൽ ചെറിയ നമ്പർ കൺസിഡർ ചെയ്തിട്ട് +6 ചെയ്തതിന് ശേഷം 60/15 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള കറസ്പോണ്ടിങ് സമയം എത്രയാണെന്നുള്ളത് കിട്ടും. ഓക്കെ, വീണ്ടും നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ മിനിറ്റിലായിട്ട് കൺസിഡർ ചെയ്തിട്ട് ചെയ്താലും മതിട്ടാ. 60/55 ഇടുമ്പോൾ. ഓക്കെ, അറ്റ് വാട്ട് ടൈം ബിറ്റ്വീൻ 2 and 3 the minute hand and hour hand are at opposite direction എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ചെറിയ നമ്പർ എടുത്തു, +6 ചെയ്തു, അപ്പോൾ കിട്ടി 8 × 60/15 ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. എന്ന് പറയുമ്പോൾ വെട്ടിച്ചെറുതാക്കിയ 480/11. 48-ൽ 11 4 പ്രാവശ്യം, ബാക്കി 40-ൽ 3 പ്രാവശ്യം, 33 ബാക്കി 7/11 മിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണി കഴിഞ്ഞ് 43 7/11 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ടാവും 2 ഹാൻഡ്സും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും എന്നുള്ളത് നമുക്ക് ആൻസർ കിട്ടി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു 60/55 എന്നാണ് ബ്രെയിനിൽ ഓർമ്മയുള്ള ആൾക്കാർ എങ്കിൽ 2 കൺസിഡർ ചെയ്തു +6 കൺസിഡർ ചെയ്തു, അപ്പോൾ 8 കിട്ടി. 8 × 5 ചെയ്യണം, 40 വേണം, × 60/15 ചെയ്താലും സെയിം തന്നെയാണ് കിട്ടുക. അവിടെ 8 തന്നെ വരും, അവിടെ 11 വരും, പിന്നെ സെയിം തന്നെ ലോജിക്ക്. അപ്പം 60/55 നിങ്ങൾക്ക് ബ്രെയിനിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് അതിൻ്റെ കോൺസെപ്റ്റ്. ഇപ്പം നിങ്ങൾക്ക് ഡയറക്റ്റ് 60/11 ഓർമ്മ വയ്ക്കുകയാണ് ഏറ്റവും നല്ല കാര്യം. ഇപ്പം ചെറിയൊരു നമ്പറല്ലേ, ഇത് ഓർമ്മയില്ലെങ്കിൽ കേസ് ഇതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ആ ഗെയിനാണ് കേട്ടോ ആ ഡിഫറൻസ് ആയിട്ട് ഇവിടെ വന്നിട്ടുള്ളത്, 1 മണിക്കൂറിലെ ആ ഗെയിൻ. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അറ്റ് വാട്ട് ടൈം ബിറ്റ്വീൻ 7 and 8 the minute hand and the hour hand are at the opposite direction. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ചെയ്യാം. 7 എടുത്തു, 7 + 6 ചെയ്തു, 13 കിട്ടി. അപ്പോൾ ഇവിടെ വീണ്ടും ശ്രദ്ധിക്കാം, 12-ന് വലിയ നമ്പേഴ്സ് വരുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കണം. 12-ന് വലിയ നമ്പേഴ്സ് വരുമ്പോൾ 13 എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ നിന്ന് 12 കുറയ്ക്കണം. ഓക്കെ, 12-ഉം 12-ന് മേലെയുള്ള നമ്പേഴ്സ് കൂട്ടിക്കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് 12 കുറച്ചിട്ട് വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. ഇപ്പോൾ 7 + 6 13 കിട്ടി, -12 എന്ന് പറയുമ്പോൾ 1 × 60/15 ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. 60/15 എന്ന് പറയുമ്പോൾ എത്രയാണ്? 5 5/11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മണി കഴിഞ്ഞ് 5 മിനിറ്റും 5 and 5/11 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവും? മിനിറ്റ് ഹാൻഡും അവർ ഹാൻഡും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരും എന്നുള്ളത് നമുക്ക് ഒറ്റയടിക്ക് ആൻസർ കിട്ടും. അല്ല ഡയറക്റ്റ് നമ്മൾ ഇതെടുത്തിട്ടാണ് മിനിറ്റ് എടുത്തിട്ടാണ് ചെയ്യണമെന്ന് വെച്ചാൽ 1-ന് കറസ്പോണ്ടിങ് 5 ആവും വരിക. 13 എന്ന് പറയുമ്പോൾ 1 വരിക. 1-ന് കറസ്പോണ്ടിങ് 5 എടുത്തു × 60/55 ചെയ്താലും എഫക്റ്റീവ്ലി സെയിം തന്നെയാണ് വരിക. ഓക്കെ, ഞാൻ അടുത്ത കേസ് നമുക്ക് എക്സാമിന് ചോദിക്കാറുള്ളത് 2 ഹാൻഡ്സ് ആർ അറ്റ് റൈറ്റ് ആംഗിൾ. 2 ഹാൻഡ്സും റൈറ്റ് ആംഗിൾ എപ്പോഴാണ് മേക്ക് ചെയ്യുക? അപ്പോൾ റൈറ്റ് ആംഗിൾ മേക്ക് ചെയ്യണ കേസ് 2 രീതിയിൽ വരാറുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. 4 കഴിഞ്ഞിട്ട് റൈറ്റ് ആംഗിൾ, 4 കഴിഞ്ഞിട്ട് വരാം. 4-നും 8-നും ഇടയ്ക്ക്, 4-ഉം 8-ഉം അല്ലെങ്കിൽ 4-ഉം 7-ഉം 4-8-ൻ്റെ ഇടയ്ക്കാണ് വരിക റൈറ്റ് ആംഗിൾ ഫ്രെയിം ചെയ്യുന്ന ഒരു കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ 4-നും 1-നും ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ റൈറ്റ് ആംഗിൾ മേക്ക് ചെയ്യുമ്പോൾ 15 മിനിറ്റിൻ്റെ വ്യത്യാസം അവർ ഹാൻഡും മിനിറ്റ് ഹാൻഡും ഉണ്ടാവണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 12:15 എന്ന് പറയുമ്പോൾ മിനിറ്റ് ഹാൻഡ് അവിടെ വരും 3-ൽ വരും, അവർ ഹാൻഡ് എത്രയിൽ വരും? 12-ൽ വരും. ഏറെക്കുറെ കൺസിഡർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആംഗിൾ എത്ര മേക്ക് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90 ഡിഗ്രി ആയിരിക്കും. 15 മിനിറ്റ് പോകുമ്പോൾ ഇത് കുറച്ച് മുന്നിലേക്ക് പോയിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഞാൻ പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 15 മിനിറ്റ് ഗ്യാപ്പ് വരുമ്പോഴാണ്, മിനിറ്റ് ഹാൻഡിനും അവരുടെ ഹാൻഡിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് വരുമ്പോഴാണ് 90 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുക. 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എത്ര ഗ്യാപ്പാണ്, എത്ര 5 മിനിറ്റിൻ്റെ ഗ്യാപ്പാണ്? 3 എണ്ണമാണ്. ഓക്കെ, നമ്മൾ നേരത്തെ കേസിൽ പറഞ്ഞു 6 5 മിനിറ്റിൻ്റെ ഗ്യാപ്പാണ് വന്നത്. എപ്പോൾ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലെ കേസിൽ.
ഇവിടെ 90 ഡിഗ്രിയുടെ കേസിൽ 3-5 മിനിറ്റിന്റെ ഗ്യാപ്പ് ആയതുകൊണ്ട് തന്നെ തന്നിട്ടുള്ള നമ്പറിനെ 2 രീതിയിൽ ഇത് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് സമയം കിട്ടും. ഒന്നെങ്കിൽ 4-ന്റെ 5-ന്റെ ഇടയ്ക്കുള്ളത് ചോദിക്കണമെന്ന് വെച്ചാൽ 4+3 7 വെച്ചിട്ട് കൺസിഡർ ചെയ്യാം, അല്ലെങ്കിൽ 4-3 1 വെച്ചിട്ടും കൺസിഡർ ചെയ്യാം. 2 രീതിയിലും നമുക്ക് 90 ഡിഗ്രി ഫ്രെയിം ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ഓപ്ഷനും കൂടി ശ്രദ്ധിക്കണം. കാരണം 2 രീതിയിൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഓപ്ഷൻ 2 രീതിയിലും തരില്ല, അതിൽ ഏതെങ്കിലും ഒന്നാണ് ഉണ്ടാവുക. അത് വെച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ തന്നെ, അറ്റ് വാട്ട് ടൈം ബിറ്റ്വീൻ 4 and 5 ദി 2 hands ആർ അറ്റ് റൈറ്റ് ആംഗിൾ പറയുമ്പോൾ 4-5-ന്റെ ഇടയ്ക്ക് റൈറ്റ് ആംഗിൾ നമ്മൾ പറഞ്ഞു 2 കേസ് വരുന്നുണ്ട്. ഒന്നെങ്കിൽ 4-8-ന്റെ ഇടയ്ക്ക് വരും, ഒന്ന് 4-നും 1-ന്റെ ഇടയ്ക്ക് വരാം. അപ്പൊ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താ? തന്നിട്ടുള്ള ഓപ്ഷൻസ് നോക്കണം. ഒക്കെ 38, 31, 35, 32 ഒക്കെയാണ്. അപ്പൊ 4-നും 8-ന്റെ ഇടയ്ക്കുള്ള കേസാണ് നമുക്ക് ഓപ്ഷനിൽ തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ അത് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 4+3 ആദ്യം കൺസിഡർ ചെയ്തു. അപ്പൊ കിട്ടി 7 × 60/11. ഇത് ആൻസർ ആയി. അപ്പൊ എത്ര കിട്ടി? 420/11 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 42 പതിനൊന്ന് 3 പ്രാവശ്യം, ബാക്കി 9 വന്നു. 90 പതിനൊന്ന് എത്ര പ്രാവശ്യം? 8 പ്രാവശ്യം വന്നു, ബാക്കി 2/11 ആൻസർ കിട്ടി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മണി കഴിഞ്ഞ് 38 and 2/11 കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? രണ്ടും എന്ത് ആംഗിൾ മേക്ക് ചെയ്യും? എത്ര ആംഗിൾ മേക്ക് ചെയ്യും? അവർ ആൻഡ് മിനിറ്റ് കൂടിയിട്ട് 90 ഡിഗ്രി അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ മേക്ക് ചെയ്യും എന്നുള്ളത് കിട്ടും. അല്ലെങ്കിൽ ഒരു സാധ്യതയും കൂടി ഉണ്ട്, അത് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണണ്ട. എന്ത്? 4-3 എന്ന് പറയുമ്പോൾ 1 × 60/11 നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഓപ്ഷനിൽ ആ ഒരു കേസ് കണ്ടീഷൻ കാണാനില്ല. 5 മിനിറ്റിന്റെ ഒന്നും കഴിഞ്ഞിട്ടുള്ള ഓപ്ഷൻ വേറെ കാണാത്തത് കൊണ്ട് പിന്നെ വേറെ നിങ്ങൾ നോക്കിയിട്ട് സമയം കളയേണ്ട ആവശ്യം ഇല്ല. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അറ്റ് വാട്ട് ടൈം ബിറ്റ്വീൻ 2 and 3 the 2 hands ആർ അറ്റ് റൈറ്റ് ആംഗിൾ. വീണ്ടും 90 ഡിഗ്രിയുടെ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്, 2-നും 3-നും ഇടയ്ക്ക്. അപ്പൊ വീണ്ടും ഓപ്ഷനിൽ നോക്കുക, 2+3 നോക്കി ആദ്യം 5 എന്ന് പറയുമ്പോൾ 25 റേഞ്ചാണ് വരിക. രണ്ടാമത്തെ കേസ് 2-3 എന്ന് പറയുമ്പോൾ 11 വരിക. അല്ല, 2-2 എന്ന് പറയുമ്പോൾ 0 എന്ന് പറയുമ്പോൾ 12 എടുക്കുക. പിന്നെ വീണ്ടും 1 കുറയ്ക്കണം, അപ്പോൾ 11. ഓക്കെ. അല്ലെങ്കിൽ 2-3 എന്ന് പറയുമ്പോൾ -1 വരിക. 12 വേണം ആ -1 കുറയ്ക്കാം. അപ്പോൾ 11 കറസ്പോണ്ടിങ് 55 മിനിറ്റിന്റെ വെച്ചിട്ടുള്ള ഓപ്ഷൻസ് ആവും പിന്നുണ്ടാവും. അപ്പൊ ആദ്യം നമുക്ക് 25-ലാണ് കൂടുതൽ ഓപ്ഷൻസ് കാണാം. അപ്പൊ അതിൽ നോക്കാം, 25-ലാണ് കൂടുതൽ ഓപ്ഷൻ. അതുകൊണ്ട് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2+3 5 കൺസിഡർ ചെയ്തു × 60/11 എന്ന് പറയുമ്പോൾ 300/11 കിട്ടി. 300/11 കിട്ടി. 300/11 പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 30-11 എത്ര പ്രാവശ്യം ഉണ്ട്? 2, ബാക്കി 8. 80-11 എത്ര പ്രാവശ്യം ഉണ്ട്? 7 പ്രാവശ്യം, ബാക്കി 3/11 ആൻസർ കിട്ടി. അപ്പോൾ 2 മണി കഴിഞ്ഞ് 27 3/11 കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുണ്ടാവും? രണ്ടും തമ്മിൽ എന്ത് ചെയ്യും? 90 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യും, മിനിറ്റ് ആൻഡ് അവർ ആൻഡ്. അങ്ങനെ ഒരു കണ്ടീഷൻ കിട്ടും. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾക്ക് എന്താ ചെയ്യേണ്ടി വരിക? -7 ചെയ്യേണ്ടി വരിക. അപ്പൊ 11 ഇട്ട് കഴിഞ്ഞാൽ 11 × 60/11 എന്ന് പറയുമ്പോൾ 11 വെട്ടിപ്പോവും. പിന്നെ കഴിഞ്ഞാൽ 2 മണി കഴിഞ്ഞ് 60 മിനിറ്റ് കഴിയുമ്പോൾ എന്ന് പറയുമ്പോൾ 3 മണിയാകുമ്പോൾ എത്ര ആംഗിൾ മേക്ക് ചെയ്യും? 3 മണിയാകുമ്പോൾ സമയം 3 മണിയാകുമ്പോഴും 90 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യും. ഇപ്പൊ 2-നും 3-നും ഇടയ്ക്ക് എന്ന് പറഞ്ഞിട്ട് അത് ഓപ്ഷനിൽ ഉണ്ടാവില്ല. അപ്പൊ ശ്രദ്ധിക്കുക. ഇതിന്റെ ഉത്തരം എത്രയാ? 27 മിനിറ്റ് 27 and 3/11 past 2-ലാണ് എന്തുണ്ടാവുക? 90 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുക. വീണ്ടും ഞാൻ അടുത്ത മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ക്ലോക്കിനെ ബേസ് ചെയ്തിട്ട് വരാറുള്ളത്. അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ബെൽ സ്ട്രൈക്ക്. ബെല്ലുകൾ അടിക്കണതിന്റെ ഗ്യാപ്പ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഇതിൽ ശ്രദ്ധിക്കുക എത്രയേ ഉള്ളൂ. എ ക്ലോക്ക് ടേക്സ് 18 seconds to strike 7. ഹൗ മെനി സെക്കൻഡ്സ് വിൽ ഇറ്റ് ടേക്ക് ടു സ്ട്രൈക്ക് 3? ഇപ്പൊ ഇതിൽ ബ്രെയിനിൽ വെക്കേണ്ട കാര്യം, ഇപ്പൊ 7 സ്ട്രൈക്ക് ചെയ്യാണെന്നൊക്കെ പറയുമ്പോൾ അതെ, ഒന്നാമത്തെ ബെല്ലടിക്കാൻ ഒരു ഗ്യാപ്പിന്റെ ആവശ്യമില്ല. ഇത് രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ റിങ് ചെയ്തു, 4-ാമത്തെ റിങ് ചെയ്തു, 5-ാമത്തെ റിങ് ചെയ്തു, 6-ാമത്തെ റിങ് ചെയ്തു, 7-ാമത്തെ റിങ് ചെയ്തു. അപ്പൊ 1-നും 2-ന്റെ ഇടയ്ക്ക് ഒരു ഡിലേ വന്നിട്ടുണ്ടാവും, 2-നും 3-നും ഇടയ്ക്ക് ഒരു ഡിലേ വന്നിട്ടുണ്ടാവും, 3-നും 4-നും ഇടയ്ക്ക് ഒരു ഡിലേ വന്നിട്ടുണ്ടാവും, 5-നും 6-നും ഇടയ്ക്ക് വന്നു, 6-നും 7-നും ഇടയ്ക്ക് വന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ബെല്ല് അടിക്കുമ്പോൾ 1 2 3 4 5 6 ഡിലേ വരും. അപ്പൊ 6 ഡിലേ കൊണ്ടാണ് നമുക്ക് 18 സെക്കൻഡ് എന്ത് വന്നിട്ടുണ്ടാവുക? ഡിലേ, അല്ലെങ്കിൽ 18 സെക്കൻഡ് എടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഇനി ശ്രദ്ധിക്കാനുള്ളത്, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 3 അടിക്കുമ്പോൾ എത്ര
സമയം എടുക്കുന്നതാണ്. അപ്പോൾ 3 അടിക്കാൻ പറയുമ്പോൾ 1 അടിക്കാൻ സമയം ഗ്യാപ്പില്ല. 2, 3 എന്ന് പറയുമ്പോൾ 1-നും 2-നും ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരും, 2-നും 3-നും ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരും. അപ്പോൾ മൊത്തം 2 ഗ്യാപ്പാണ് 3 അടിക്കുമ്പോൾ വരുന്നുള്ളൂ. അപ്പോൾ അത് എത്ര സെക്കൻഡ് ആകുന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ 6 2 വെച്ചാൽ ബൈ 3 ആണ് ചെയ്യുക. അപ്പോൾ 18/3 എന്ന് പറയുമ്പോൾ 6 സെക്കൻഡ് കൊണ്ട് നമുക്ക് എന്തടിക്കാൻ പറ്റും, 3 സ്ട്രൈക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആൻസർ കിട്ടും. അല്ലെങ്കിൽ കോമൺ ആയിട്ട് നിങ്ങൾക്ക് വെക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. എത്രയാണ് അവർ തന്നിട്ടുള്ള സ്ട്രൈക്ക് ചെയ്യണേ അതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക. 6x എന്ന് പറയുക, കൺസിഡർ ചെയ്യുക. 6x എന്ന് പറയുന്നതായിരിക്കും അവർ തന്നിട്ടുള്ള സമയം. ഞാനെങ്കിൽ 3 എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള അതിനേക്കിലും 1 കുറയ്ക്കുക, 2x ഇതായിരിക്കും നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ 6x പോയിന്റാണെങ്കിൽ x കണ്ടുപിടിച്ചു, ബൈ 18/6 എന്ന് പറയുമ്പോൾ 3 കിട്ടി. ഇപ്പോൾ 2×3 നമുക്ക് എത്ര കിട്ടും, 6 ആൻസർ ആയിട്ട് കിട്ടും. ലോജിക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഗ്യാപ്പ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആ ഗ്യാപ്പ് കൊണ്ടാണ് ഇതിൻ്റെ എഫക്റ്റ് വരുന്നത്. അപ്പോൾ ആ ഗ്യാപ്പ് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ. വീണ്ടും നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഇത് സെക്കൻഡ് കൊണ്ട് പറയാം. എ ക്ലോക്ക് ടേക്സ് 20 seconds ടു സ്ട്രൈക്ക് 11 എന്ന് പറയുമ്പോൾ 10 ഗ്യാപ്പ് എന്ന് പറയുന്നത് 20 സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി സെക്കൻഡ്സ് വിൽ ഇറ്റ് ടേക്ക് ടു സ്ട്രൈക്ക് 4 എന്ന് പറയുമ്പോൾ 3 ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ 10 ഗ്യാപ്പ് 20 ആണെങ്കിൽ ഒരു ഗ്യാപ്പ് 2 ആണ്. അപ്പം 3 ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ 3×2 6 സെക്കൻഡ് ഇത്രയും. അപ്പം ഇങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നമുക്ക് വരാറുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് തന്നെ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പം അതിനേക്കിലും എത്രയാണോ സ്ട്രൈക്ക് ചെയ്യണം അതിനേക്കിലും 1 കുറവായിരിക്കും അതിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പ് വരിക എന്നുള്ളത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കാണാറുള്ളത്. ഇവിടെയും കുറയ്ക്കണം എന്നുള്ളത് വെച്ചോളൂ കേട്ടോ. 4 സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ 3 ഗ്യാപ്പാണ് വരുന്നുള്ളൂ, അതാണ് ഡിലേ വരുന്നുള്ളൂ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, വീണ്ടും നമ്മൾ നെക്സ്റ്റിലേക്ക് പോകണം. ഈ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. ഹൗ മെനി ടൈംസ് ഇൻ എ ഡേ ആർ ദി ഹാൻഡ്സ് ഓഫ് ദി ക്ലോക്ക് ഇൻ സ്ട്രെയിറ്റ് ലൈൻ ബട്ട് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിൽ വരണം, പക്ഷെ കോയിൻസൈഡ് ചെയ്യാൻ പറ്റില്ല. ഏതിൽ തന്നെ വരണം, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് വരും വേണം. ഒരു ദിവസത്തിൽ 22 പ്രാവശ്യം സ്ട്രെയിറ്റ് ലൈനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് വരും. ഓക്കെ, ഈ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ മെനി ടൈംസ് ഇൻ എ ഡേ ദി ഹാൻഡ്സ് ഓഫ് എ ക്ലോക്ക് ആർ സ്ട്രെയിറ്റ്. ഇപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സ്ട്രെയിറ്റിൽ വരുമ്പോൾ 2 രീതിയിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈനിൽ വരാം. ഒന്നെങ്കിൽ എന്താ, രണ്ടും കോയിൻസൈഡിൽ നിന്ന് വരുന്ന കേസ്, അല്ലെങ്കിൽ എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്നത്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ സിമ്പിൾ പറയുകയാണെങ്കിൽ 6 മണി, അവർ ഹാൻഡ് 6-ന് നേരെ, മിനിറ്റ് ഹാൻഡ് 12-ന് നേരെ, രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലല്ലേ, ഒരെണ്ണം ഇങ്ങോട്ടും ഒരെണ്ണം അങ്ങോട്ടും. അപ്പം അങ്ങനെ വരുന്നത് ഒരു ദിവസത്തിനുള്ളിൽ എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞാൽ 22 എണ്ണം ഉണ്ട്. 12 മണിക്കൂറിനുള്ളിൽ 11 എണ്ണമാണ് ഉള്ളത്. എന്ത്, ഇതുപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത്. ഇനി ഹൗ മെനി ടൈംസ് ഇൻ എ ഡേ ദി ഹാൻഡ്സ് ഓഫ് ദി ക്ലോക്ക് ആർ ഇൻ സ്ട്രെയിറ്റ്. സ്ട്രെയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 2 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെക്ക് ചെയ്യണം. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ 6 മണി തന്നെ എടുത്തോ, രണ്ടും സ്ട്രെയിറ്റ് അല്ലേ, ഓക്കെ, അത് സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനത്തെ 11 എണ്ണം ഉണ്ട് 12 മണിക്കൂറിൽ. അപ്പോൾ ഒരു ദിവസം 22 എണ്ണം ഉണ്ട്. എങ്ങനെ സ്ട്രെയിറ്റ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് സ്ട്രെയിറ്റ് വരുന്നത്. ഓക്കെ, ഇനി കോയിൻസൈഡ് ചെയ്യുന്ന കേസ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ടി വരും. കോയിൻസൈഡ് ചെയ്യുന്ന കേസ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു, 2:11 നേരെ ആയിട്ടുള്ള ഒരു സമയത്ത് രണ്ടും സെയിം ഡയറക്ഷനിലേക്ക്, മിനിറ്റ് ആൻഡ് അവർ ഹാൻഡും സെയിം ഡയറക്ഷനിലാണ്, സ്ട്രെയിറ്റ് തന്നെ ഇല്ല. ഈ കേസും സ്ട്രെയിറ്റ് തന്നെയല്ലേ പറയുക. ഇതിങ്ങനെ സ്ട്രെയിറ്റ്, ഇതിങ്ങനെ സ്ട്രെയിറ്റ്. അപ്പോൾ ഇങ്ങനത്തെ സ്ട്രെയിറ്റ് ഉള്ള ഒരു ദിവസത്തിൽ എത്ര കണ്ടീഷൻ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും 22 എണ്ണം ഉണ്ട്. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് എന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഓപ്പോസിറ്റ്, ഇവിടെ കോയിൻസൈഡ് ചെയ്യുന്ന കണ്ടീഷൻ. അപ്പോൾ ഈ കേസിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സ്ട്രെയിറ്റ് എന്ന് മാത്രമാണ്. സ്ട്രെയിറ്റ് എന്ന് മാത്രം ചോദിക്കുമ്പോൾ രണ്ടും കൺസിഡർ ചെയ്യണം, സ്പെഷ്യലായി എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ. അപ്പോൾ ഒരു ദിവസത്തിൽ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 44 എണ്ണം ഉണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന കേസ്. ഈ ലാസ്റ്റ് ഹൗ മെനി ടൈംസ് ഇൻ എ ഡേ ദി ഹാൻഡ്സ് ഓഫ് ദി ക്ലോക്ക് ആർ ഇൻ കോയിൻസൈഡ്. കോയിൻസൈഡ് ഞാൻ നേരത്തെ പറഞ്ഞു, കോയിൻസൈഡിൻ്റെ കണ്ടീഷൻ എന്താ, രണ്ടും ഒരേ ലൈനിൽ വരണം. അങ്ങനത്തെ ഒരു ദിവസത്തിൽ എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 22 എണ്ണം വരിക. കാരണം ഈ 11-നും 1-നും ഇടയ്ക്ക് വേറെ ഒന്നും അഡീഷണൽ ആയിട്ട് ഉണ്ടാവില്ലേ. 11 കഴിഞ്ഞ് കഴിഞ്ഞാൽ 12-ലാണ് വരിക, പിന്നെ 12-നും 1-നും ഇടയ്ക്ക് വേറെ ഉണ്ടാവില്ലേ, പിന്നെ 1-5 തൊട്ട് വീണ്ടും തുടങ്ങും. അപ്പം 11-നും 1-നും ഇടയ്ക്ക് ഒരു പ്രാവശ്യമാണ് എന്ത് ചെയ്യണുള്ളൂ, കോയിൻസൈഡ് ചെയ്യണുള്ളൂ. അതുകൊണ്ട് തന്നെ 12 മണിക്കൂറിൽ 11 പ്രാവശ്യമാണ് കോയിൻസൈഡ് ചെയ്യുക. 24 മണിക്കൂറിൽ എത്ര പ്രാവശ്യം കോയിൻസൈഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 22 പ്രാവശ്യം. ഒരു ദിവസത്തിൽ 22 പ്രാവശ്യമാണ് കോയിൻസൈഡ് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ലൈനിൽ വരിക.
ഇത്രയും ബേസിക് കാര്യങ്ങളാണ് നമുക്ക് സാധാരണഗതിയിൽ എക്സാംസിന് വരാൻ ഏറ്റവും കൂടുതൽ ക്ലോക്കിനെ ബേസ് ചെയ്ത് സാധ്യതയുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്താൽ ഒരു പ്രാവശ്യം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും, കിട്ടിയിട്ടുണ്ടാവും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നമുക്ക് കറക്റ്റ് ചെയ്ത് തരാം. താങ്ക് യു.